വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുഞ്ഞൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലെയിം ലില്ലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ശരിക്കും ഒറിജിനലി ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു മോസ്റ്റ് കോമൺ നെയിം എന്ന് പറയുന്നത് ഫ്ലെയിം ലില്ലി എന്നാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് പറയുക. ഗ്ലോറിയോസ പ്ലാന്റ് എന്ന് പേരുണ്ട്. ഗ്ലോറിയോസ ലില്ലി, ഗ്ലോറി ലില്ലി, സൂപ്പർബ് ലില്ലി അങ്ങനെയൊക്കെ പേരുണ്ട്. പിന്നെ ഗ്ലോറിയോസ സൂപ്പർബ എന്ന് വരെ പറയുന്നുണ്ട്. ക്ലൈംബിംഗ് ലില്ലി എന്ന് പറയുന്നത്, ക്രീപ്പിംഗ് ലില്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ പേരുകളുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു ചെടി വളരെയധികം അട്രാക്റ്റീവാണ്. എത്രയോ പേര് കണ്ടിട്ടുണ്ടാകും, കാണാത്ത ഒരുപാട് പേരുണ്ടാകും. ഇതിൻ്റെ ഒരു ഗുണങ്ങളും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജാണ്. അതായത് ആദ്യം ചെടി ഇങ്ങനെയാണ് ഫ്ലവർ വരിക. പിന്നെ ഇത് ബാക്ക്വേർഡ് ആയിട്ടാണ് ബ്ലൂം ഔട്ട് ചെയ്യുക, അതായത് ബ്ലോ ചെയ്യുന്നത് ബാക്ക്വേർഡ് ആയിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ കരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സീഡ് കാണാം. ഈ സീഡ് വഴി വീണിട്ടാണ് ഇതിങ്ങനെ ഒരുപാട് മുളച്ച് വരുന്നത്. നമ്മളിപ്പോൾ തൊടിയിൽ നിറയെ ഇപ്പം ഇതിൻ്റെ ഒരു സീസണാണെന്ന് വേണം പറയാം. ഇഷ്ടം പോലെ തൊടിയിൽ ഇങ്ങനെ ഈ ഒരു ചെടി ഫുള്ളി മുളച്ച് വരുന്നുണ്ട്. നമ്മളാരും സീഡ്സ് കൊണ്ട് ഇട്ടതൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ വരികയാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ശരിക്കും നമ്മളൊരു കെയറോ കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഇല നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇതിൻ്റെ ഇലേൻ്റെ തറ്റത്ത് ഇങ്ങനെ ഒരു ചുരുട്ട് കാണാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിൽ മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംബാബ്വേൻ്റെ നാഷണൽ ഫ്ലവർ ആണ് ഈ ഒരു ഗ്ലോറിയോസ പ്ലാന്റ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് തന്നെ ഫെയിം ആൻഡ് ഓണറാണ്. ഇതിനൊരു നിക് നെയിം കൂടിയുണ്ട്, താങ്ക്സ് ടു ദ ഫെൻറ്റാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും, എല്ലാ പാർട്സും വിഷമാണ്. അതായത് എക്സ്ട്രീംലി പോയ്സണാണ്, ടോക്സിക് ആണ്. നമുക്ക് ഈവൻ ദോ ഇങ്ങനെ ടച്ച് ചെയ്താൽ പോലും ചിലവർക്ക് ഇത് ഭയങ്കരമായിട്ട് അലർജിക്കായിട്ട് സ്കിൻ അലർജീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചോക്കിങ് എഫക്റ്റൊക്കെ വരും. അപ്പം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ചെടി കൈകാര്യം ചെയ്യുമ്പം. പക്ഷേ ഇതിന് ഒരുപാട് ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ രീതി പോലെ. ഞാനിപ്പം പറഞ്ഞു വിചാരിച്ചു നിങ്ങൾ ഓടിപ്പോയി ഇത് പോയിട്ട് അരച്ച് മേലൊന്നും തേക്കാനൊന്നും പാടില്ല കേട്ടോ. ഇതിൽ ഒരുപാട് മെഡിസിൻസിൽ ഇതിൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും, പൂവായിക്കോട്ടെ, ഇതിൻ്റെ സ്റ്റെം ആയിക്കോട്ടെ, ലീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ കിഴങ്ങ്, അടിയിലൊരു കിഴങ്ങാണ് ഉണ്ടാവുക, അതൊക്കെ ആയിക്കോട്ടെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ സ്നേക്ക് ബൈറ്റ് വന്നാൽ അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ്, പലതരം ഹെൽത്ത് കണ്ടീഷൻസിൽ, പിന്നെ ഈ സ്കോർപ്പിയോൺ ബൈറ്റ്സ് വന്നാൽ, പിന്നെ അൾസേഴ്സ്, ഇങ്ങനത്തെ വൂണ്ട്, ആർത്രൈറ്റിസ്, കിഡ്നി പ്രോബ്ലംസ്, ഇച്ചിങ്, ക്യാൻസർ, ലെപ്രസി, അങ്ങനെ പലതരം രോഗങ്ങൾക്ക് ഇത് ഒരു മെഡിക്കൽ ഇത് കൊടുക്കും. പക്ഷേ അതിൻ്റെ രീതി പോലെ നമ്മളത് യൂസ് ചെയ്യണം. അത് മെഡിക്കലി അത് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഇത് ചിലപ്പം വളരെ അലക്ഷ്യമായിട്ട് നമ്മുടെ തൊടിയിലൊക്കെ കിടക്കുന്നത്. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് മൊത്തമായിട്ട് കൃഷി ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പലവർക്കും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞാനും തന്നെ എല്ലാ വർഷവും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കാറുണ്ട്. പക്ഷേ തീരെ ലീസ്റ്റ് ബോധേർഡ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ നമ്മളെ ഈ ഒരു ചാനലിനകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം മറ്റുള്ളവർക്കും കൂടി കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ ഒരു ഫ്ലവർ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാത്തവർക്ക്. അഗ്നിശിഖ എന്ന് കൂടി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു ഫ്ലവർ ഒരു തീ പോലെയാണ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. നമുക്ക് ഒരുപാട് ടൈപ്പ് ലില്ലീസിനെ വളരെയധികം ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് ടൈപ്പ് ലില്ലീസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്ലൈംബിംഗ് ലില്ലി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടൈപ്പിനെ കണ്ടിട്ടില്ല. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു ബാക്ക്വേർഡ് ആയിട്ടാണ് ബ്ലോ ചെയ്യുക. അതിനെ കൊണ്ടാണ് ഇതിനെ ഇൻസൈഡ് ഔട്ട് ഫ്ലവേഴ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ബാക്കോട്ട് അത് കേർവ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു എഡ്ജസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര വേവി ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇതിൻ്റെ ഒരു ഫ്ലവർ പെറ്റലിന് ഉള്ളത്. നമുക്ക് ഈ ഒരു ചെടിയുടെ ഇലയുടെ തറ്റത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു ടെൻഡ്രിൽസ് പോലെ അതിൻ്റെ ലീഫിൻ്റെ ടിപ്പിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് ആ ഒരു സംഭവമാണ് ഏതൊരു ചെടീൻ്റെ മേലേക്കും ഇതിനെങ്ങനെ ഗ്രാബ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ ഒരു മതിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ട്രെയിലിംഗ് ഇത് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ അള്ളി പിടിച്ച് ഇങ്ങനെ നല്ല പടർന്ന് പിടിച്ച് അങ്ങനെ ക്ലൈംബ് ചെയ്ത് നിൽക്കും. ഇതിനൊരു ഫെർട്ടിലൈസറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ അത്ര പൂവൊന്നും ഇടാത്തത്. നല്ല ഫെർട്ടിലൈസേഷനൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലോണം ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പൂക്കൾ തരും. ഇത് ചിലപ്പം ഈ കണ്ടെയ്നേഴ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ വളർത്തുന്നത് നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെ സീഡ്സിനൊക്കെ വളരെ കോസ്റ്റാണ്. 1 kg സീഡ്സിനൊക്കെ 3000 rupees ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു ചെടീനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ റെഫർ ചെയ്യുമല്ലോ, അപ്പം കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. ഇതിൽ എന്തൊക്കെ തെറ്റുകളുണ്ടെന്നുള്ളത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്ത് തരിക.
ശരിക്കും ഇതൊരു ഓർണമെൻ്റൽ ചെടിയൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. ഏകദേശം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഇത് പൂവിടുന്നൊരു സമയം എന്ന് പറയുന്നത്. അത്രയ്ക്ക് തന്നെയുള്ളൂ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ റെഫർ ചെയ്ത് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.